ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. പരാശക്തി ദ സുപ്രീം പവർ എന്നൊക്കെ വരുന്ന ഒരു അർത്ഥമുള്ള വാക്ക്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ടൈറ്റിലായിരുന്നു ഈ സിനിമയ്ക്ക്. രസമായിരുന്നു ഈ പടം നന്നായിട്ട് വന്നിരുന്നെങ്കിൽ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇനി മുമ്പോട്ട് പറയുന്നതിൽ സ്പോയിലേഴ്സും ഉണ്ടാവും. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. കാരണം ഈ അടുത്ത് കണ്ടതിൽ 2026 കണ്ടതിൽ ഒരു ഒട്ടും എൻഗേജിങ് അല്ലാത്ത, ഒരുപാട് ലാഗുള്ള, ലാഗെന്നൊന്നും അല്ല ശരിക്കും പറയേണ്ടത്. എനിക്ക് ഭയങ്കര നിരാശയാണ് ഈ പടം കണ്ടപ്പോൾ. കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്യായിരുന്നു? ഇത്രയും വലിയൊരു ഇൻസിഡന്റ് കയ്യിൽ കിട്ടിയിട്ട് റിയൽ ലൈഫിൽ നടന്ന 1960കളിൽ നടന്ന ഒരു സംഭവം. അതും നമുക്കെല്ലാവർക്കും അറിയാം. സാല മദ്രാസി എന്ന് പറയുമ്പോൾ അത് തമിഴിനെയും തെലുങ്കനെയും കർണാടകക്കാരെയും മലയാളിയും ഒക്കെ ഉദ്ദേശിച്ച് അവർക്ക് ഒരൊറ്റ വാക്കാണ് സാല മദ്രാസി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലോട്ട് ഹിന്ദി ഇമ്പോസ് ചെയ്ത് ആം, അതിനെ എന്താ പറയുക, ഒരു നിയമമാക്കി മാറ്റാൻ അതിന് ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ്. അതൊരു ഒരു ഒരു ലാംഗ്വേജ് അല്ലേ എന്ന് പറയുന്നിടത്ത് അതൊരു ലാംഗ്വേജ് മാത്രമല്ല, അത് ഒരു ലൈഫിനെ മുഴുവൻ എങ്ങനെ അഫക്റ്റ് ചെയ്യുക. നിങ്ങൾ എഴുതുന്ന എക്സാംസ്, നിങ്ങളുടെ എന്താ പറയുക, ഗവൺമെൻറ് ഓഫീസുകളിൽ പോകുമ്പോൾ ഉള്ള മാറ്റങ്ങൾ, ബോർഡുകൾ കംപ്ലീറ്റ് ഉള്ള മാറ്റങ്ങൾ. ഇതിനകത്തൊരു ഡയലോഗുണ്ട്, കൊളപ്പുള്ളി ലീല പറയുന്ന ഒരു ഡയലോഗാണ്. അതാണ് ഈ സിനിമയുടെ ആകത്തുക. അത് വളരെ വാലിഡ് പോയിന്റാണ്. ഇന്നലെ വരെ സാക്ഷരതയോടുകൂടി അക്ഷരാഭ്യാസം ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളായി മാറി. നമ്മുടെ അറിവും നമ്മുടെ എന്താ പറയുക, നമ്മുടെ പൈതൃകവും എല്ലാം നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ഒരു നിയമം. അതിനെതിരെ ശക്തമായി പോരാടിയ ഒരു ജനത, അതിന് ഇത്രയും സ്ട്രോങ് ആയിട്ട് തിരിച്ചടിച്ച ഒരു സബ്ജക്റ്റ്, അതിനെ ഒരു എന്താ പറയുക, എപ്പോൾ റീവിസിറ്റ് ചെയ്താലും നമുക്ക് ഗൂസ് ബംസ് വരുന്ന, വെറും ഗൂസ് ബംസ് മാത്രമല്ല, അങ്ങനെ പറയാൻ പാടില്ല, വെറും ഗൂസ് ബംസ് മാത്രമല്ല, അതിന് മുകളിൽ നിൽക്കുന്ന, അതൊരു ടെക്സ്റ്റ് ബുക്ക് ആക്കി മാറ്റേണ്ട ഒരു സിനിമ. വെറും കൊമേഴ്ഷ്യൽ വൽക്കരണവും നടന്നില്ല, ഒന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ആസ്പെക്റ്റിനെ പറ്റി എടുത്തു പറയണമെന്നോ, ഇതിൻ്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടെന്നോ അങ്ങനെ ഒന്നും തോന്നിയില്ല എനിക്ക്. ശ്രമിക്കുന്നുണ്ട്, ശ്രമങ്ങളുണ്ട്, പക്ഷെ അത് പോരാ ശരിക്കും. എന്താ പറയുക, ശിവകാർത്തികേയൻ്റെ ക്യാരക്ടറായിട്ടുള്ള ലീഡ് റോളിൽ വന്നിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്, പുള്ളിയുടെ ശ്രമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഫിറ്റിനാവുന്നില്ല. ജയൻ രവിയുടെ ക്യാരക്ടറും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അഥർവ വളരെ കുറച്ച് റോളേ ഉള്ളൂ, ഉള്ളത് അത്യാവശ്യം ആരും അങ്ങനെ വെറുപ്പിച്ചില്ല, പക്ഷെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷേ വെറുപ്പിച്ച് എന്താ പറയുക, ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും വെറുപ്പിക്കാതിരിക്കണമെന്നുള്ളിടത്ത് ത്രൂ ഔട്ട് ക്യാരക്ടറുണ്ട്. നല്ല രീതിയിൽ ശ്രീവള്ളിയുടെ ക്യാരക്ടർ വെറുപ്പിക്കുന്നുമുണ്ട്. മെയിൻ ലീഡായിട്ട് വന്ന് ഒരുപാട് ചെയ്യാനുള്ളൊരു കഥാപാത്രം ഒട്ടും ഭദ്രമല്ല. അവസാനം വരെ ഉണ്ടായിട്ട് ബോറടിപ്പിക്കുന്നു. ഒരു പക്ഷേ സൂര്യയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഒരു ഫെയിലിയർ കൂടെ എടുത്ത് തലയിൽ വെക്കേണ്ടി വന്നില്ല പുള്ളിക്ക്. ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, സൂര്യ ആയിരുന്നു ഇതിനകത്തെ ആദ്യത്തെ കാസ്റ്റിൽ വന്നിരുന്ന മെയിൻ ഹീറോ ആയിട്ട് വരേണ്ടിയിരുന്ന ആൾ. പക്ഷേ ഭാഗ്യത്തിന് പുള്ളി രക്ഷപ്പെട്ടു എന്നുള്ളൊരൊറ്റ ആശ്വാസം മാത്രമാണ് ഈ സിനിമ കണ്ടപ്പോൾ. എന്നെ സംബന്ധിച്ചോളം വളരെ നിരാശാജനകം. ഞാൻ എപ്പോഴും ഇതുപോലത്തെ പീരീഡ് ഫിലിമിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു ഫിലിമാണ്. ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് തോന്നിയിട്ടുള്ള പടം പടയാണ്. കാരണം ഒരു ചരിത്ര സംഭവം, അങ്ങനൊരു സംഭവം ഉണ്ടായി, അതിൻ്റെ എല്ലാ എസൻസും ചോരാതെ അതുപോലെ പവർഫുൾ ആയിട്ട് എടുത്തു വെച്ചൊരു ചിത്രം. അപ്പോൾ അത്രയൊന്നും വന്നില്ലെങ്കിലും അടയാളപ്പെടുത്തേണ്ട കാര്യങ്ങൾ, ഒരുപാട് നല്ല രീതിയിൽ ഡയലോഗ്സ് ഒക്കെ കൊണ്ട് ഭയങ്കര സൂപ്പർ ആക്കാരുന്ന ഒരു സംഭവത്തിന് സുധാ കൊങ്കാരയ്ക്ക് പ്രശ്നമുണ്ട്. ശരിക്കും സ്വരാ റിപ്പോർട്ടർ രക്ഷപ്പെട്ടത് സൂര്യയുടെ പെർഫോമൻസും ഉർവശിയുടെ പെർഫോമൻസും കൊണ്ടാണ്. കാരണം അതിനാടകീയത, ഭയങ്കര സെൻറ്റിമെൻറ്റാലിറ്റി ഉണ്ടാക്കുന്ന സീനുകൾ, അതെല്ലാം അതിനകത്തുണ്ട്. അതൊക്കെ രക്ഷപ്പെടുത്തിയെടുത്തത് ഈ പറഞ്ഞ 2 ആക്ടേഴ്സായിരുന്നു. ഇതിനകത്ത് അങ്ങനെ 2 ആക്ടേഴ്സിൻ്റെ കുറവുണ്ട്. പക്ഷേ ഇനി എത്ര മികച്ചതായിട്ട് അഭിനയിച്ചിരുന്നെങ്കിലും സ്ക്രീൻ പ്ലേക്ക് ഒന്നും തന്നെ ചെയ്യാനോ പുതിയതായിട്ട് തരാനോ ഒന്നും ഇല്ലാത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കാം. കണ്ടവർ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.